അത് ഈ ഞരമ്പിനകത്ത് കഫക്കെട്ട് അടിയുന്നതാണ് മെയിൻ കാരണം ഉണ്ടാകുന്നത്. അപ്പം അത് പഴുത്തിട്ട് പഴുപ്പ് വാസനയും നമുക്കുണ്ടാകും. അപ്പോൾ അതിനാണ് മൂക്കിൽ നസ്യം ചെയ്യുന്നത്. മൂക്കിൽ നസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് കഫവും പഴുത്തവും എല്ലാം നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഇതറിയില്ല എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത്. അതുകൊണ്ട് കാരണങ്ങളൊന്നുമല്ല. മൂക്കിൽ നസ്യം ചെയ്യുക, തലയിൽ വെക്കുന്ന എണ്ണ വെക്കുക, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ശാസ്താമൃതം ടോണിക്കും തിപ്പില്യാസവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് 100% അവർ രോഗം ഭേദമാക്കി. ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കണ്ണിനും മൂക്കിനും ഉണ്ടാകുന്ന പഴുപ്പ്, ഉള്ളിൽ പഴുത്തിട്ട് ആ പഴുപ്പ് കൊണ്ടാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. അത് ശബ്ദം കേട്ടാലുണ്ടാവും, യാത്ര ചെയ്താലുണ്ടാവും, ഇങ്ങനെ പല കാരണവശാൽ തണുപ്പടിച്ച് കഴിഞ്ഞാലുണ്ടാവും. ആ തണുപ്പടിച്ച് മാറ്റുന്നതിൻ്റെ മെയിൻ കാരണം ഈ മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. സൈനസൈറ്റിസിൻ്റെ പഴകിപ്പോയ രോഗത്തിന് അത് തലച്ചോറ് പഴുപ്പ് വരാൻ സാധ്യതയുണ്ടാണ്. കാലക്രമേണ അവരുടെ ബോധത്തിന് തന്നെ മാറ്റം വരും. അപ്പോൾ അതിന് പഴകിപ്പോയാൽ ഒരു കാരണവശാലും പഴകാൻ നിർത്തരുത്. മൂക്കിൽ ജലദോഷത്തിന് കഫവും വാസനയുണ്ടാവും. ആ വാസന വന്നു കഴിഞ്ഞാൽ രോഗം മാറിപ്പോവും. അപ്പോൾ അതിനുകൊണ്ട് മൂക്കിൽ നസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രോഗം വരാൻ കാരണങ്ങളും ആ കാരണവശങ്ങളും നമ്മളിപ്പോൾ ഇതിനോട് സംസാരിച്ചു. അത് ആർക്കെങ്കിലും നിങ്ങളുടെ പരിധിയിൽപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നേരെ നമ്മൾ ഫോൺ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും.